ഹലോ നമസ്കാരം. എൻ്റെ തറവാട്ടിലെ ജാതിക്ക തോട്ടത്തിലാണ് ഞാനുള്ളത്. ജാതിക്ക എന്ന് പറയുന്നത് നട്ട്മെഗ് ട്രീ. ഇതിൽ മെയിൽ പ്ലാന്റാണ് ഇത് കേട്ടോ. മെയിലും ഫീമെയിൽ പ്ലാന്റും ഉണ്ട് കേട്ടോ ജാതിക്കയിൽ. ഇതാണ് ഫീമെയിൽ പ്ലാന്റ്. ഫീമെയിൽ പ്ലാന്റിൽ മാത്രമേ ഫ്രൂട്ട് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ മെയിൽ പ്ലാന്റ് സംവെയർ അറൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫീമെയിൽ പ്ലാന്റിൽ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. കാരണം പരാഗണം നടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പപ്പായയും അതുപോലെ തന്നെയല്ലേ. പപ്പായക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ് കണ്ടിട്ടില്ലേ. ജാതിക്കയുടെ ഈ ഹോൾ ഫ്രൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഫ്രൂട്ട് വാള്, ആ യെല്ലോ കളറിൽ കാണുന്ന ഇതിൻ്റെ തൊണ്ട് നമ്മൾക്ക് ഒരു ചെറിയൊരു ചവർപ്പും പുളിയൊക്കെ ഉള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അത് യൂഷ്വലി നമ്മൾ പിക്കിളൊക്കെ ഈന്തപ്പഴമൊക്കെ ചേർത്തിട്ടുള്ള പിക്കിൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കാനും നമ്മൾ ഈ തോട് ഉപയോഗിക്കും കേട്ടോ. പിന്നെ ആ തോട് മാറ്റുമ്പോഴേക്കും അതിനുള്ളിൽ നമ്മുടെ ജാതിക്കയുടെ സീഡ് കാണാം. സീഡിനോട് പറ്റി പിടിച്ചിട്ട് കാണുന്നതാണ് ജാതിപത്രി. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ റെഡാണ് കേട്ടോ. അത് ഒരു മെറൂൺ കളർ അടിക്കുന്നൊരു റെഡാണത്. പിന്നെ അതിനുള്ളിൽ കാണുന്ന സീഡ്, ഇതൊക്കെ തന്നെ നമ്മൾ ഗരം മസാല ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ചെയ്തിട്ട് പൊടിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഗരം മസാലയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.